മോളെ ആ വിൻഡോ അങ്ങ് അടച്ചേക്കണേ. ആ അച്ഛാ. ആ കൺമണി, നമ്മൾ എത്താറായോ? നമ്മളിതാ ഇവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. മോള് അച്ഛൻ്റെ കൈ വിടാതെ പിടിച്ചേക്കണേ. ആ ശരി അച്ഛാ. അന്ന് എന്ത് രസമായിരുന്നു അല്ലേ മോളെ. അവനന്ന് ചേച്ചിക്ക് ഒരു പാട്ട് അടങ്ങിയിരിക്കും ചിന്നു. പാവൻ ചുമ്മാ ഇരിക്കും ചിന്നു മോളെ. നിനക്കൊക്കെ അന്ന് വല്ല ഓർമ്മയുണ്ടോ എന്താ ചെയ്തേന്ന്? ചുമ്മാ ഇരിക്കും മോളെ. അവൻ ചേച്ചിക്കാര് പാട്ടിനിടയിൽ തന്നെ നീ കൊടുത്ത പണിയുണ്ടല്ലോ, അത് മുറ്റായിരുന്നിട്ട്. ചായ ചായ ചായ. മോളെ ഒരു ചായ പറയട്ടെ? വേണ്ട. ഒരു ചായ. ഇതാ ചായ. കപ്പലണ്ടി ഉണ്ട്, എടുക്കട്ടെ? ആ എന്നാൽ 2 കപ്പലണ്ടി കൂടെ എടുത്തോ. അച്ഛാ ആ കപ്പെടുത്ത് ബിന്നിലിട്ടെ. ആ ഇട്ടേക്കാം. അച്ഛാ ഇന്ന് തിരമാലകൾക്ക് ശബ്ദം കുറവാണല്ലോ. അന്ന് വന്നപ്പോൾ ഇതുപോലെ അല്ലായിരുന്നു. കൺമണി, ഇന്ന് തിരമാലകൾ ശാന്തനാണ്. എന്നും എല്ലാം ഒരുപോലെ ഇരിക്കില്ലല്ലോ. എനിക്ക് കടലെന്ന് കേട്ടാലേ അലയടിക്കുന്ന തിരമാലകളുടെ ശബ്ദം മാത്രമാണ്. എനിക്ക് എന്നും ഒരു റീസണും കേൾക്കണ്ട. എനിക്ക് പ്രൊജക്ട് റിപ്പോർട്ടിന് ഈവനിംഗിനുള്ളിൽ കിട്ടിയിരിക്കണം. നാളെ എനിക്ക് മീറ്റിംഗ് ഉള്ളതാ. എനിക്ക് സബ്മിറ്റ് ടു മാനേജ്മെന്റ്. ഐ ഡോണ്ട് ഹിയർ എനി റീസൺ. മോളെ ചുമ്മാ ഇരിക്കും. നിന്നോട് പലവട്ടം പറഞ്ഞ് അനങ്ങാണ്ടിരിക്കാൻ. ഫോൺ ചെയ്യുമ്പോഴാണ് ഡിസ്റ്റർബ് ചെയ്യണേ. ഇനി ഇങ്ങനെ ആണെങ്കിൽ നിന്നെ ഒരിടത്ത് ഞാൻ കൊണ്ടുവരില്ല കേട്ടോ. അവിടെ നീങ്ങുന്നേ. ഹലോ, can you hear me? I need the project report end of the day. അച്ഛാ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ അച്ഛ എപ്പോഴും എൻ്റെ അവിടെ ഉള്ളത്. അവിടെ പോന്നല്ലേ ചെറുപ്പം നമുക്ക് കളിക്കാൻ പോണ്ട വെള്ളത്തില് വേണമെങ്കല്ലേ അവിടെ കൈ പിടിച്ചേ. വാ 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 വാ. ചേച്ചി ചേച്ചിയുടെ കണ്ണെങ്ങനെയാ ഇതുപോലെ ആയത്? എന്തിനാ ഇപ്പം അതറിയുന്നത്? എൻ്റെ കണ്ണും ഇതുപോലെ ആയിരുന്നെങ്കിൽ എൻ്റെ പപ്പ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെ.